ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല തനി നാടൻ രുചിയിലുള്ള ചിക്കൻ സൂപ്പ് തയ്യാറാക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ തയ്യാറാക്കിയിരുന്ന സൂപ്പാണ് ഇട്ടത്. ഇപ്പോഴത്തെ പോലെ ഒരു ന്യൂജൻ സൂപ്പൊന്നുമല്ല. ഇപ്പം ന്യൂജൻ സൂപ്പിൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്, അതുപോലെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, അതുപോലത്തെ സൂപ്പുകളുടെ റെസിപ്പീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുഴുവനോടുകൂടിയ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ മുഴുവനോടെ കുരുമുളക് എടുത്തിട്ട് ക്രഷ് ചെയ്യുമ്പോഴായിരിക്കും ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം, അതായത് നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയണ ക്യുമിൻ സീഡ്സ്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 8 അല്ലി വെളുത്തുള്ളി, 8 അല്ലി മുതൽ ഒരു 10 അല്ലി വരെ ഉപയോഗിക്കാം കേട്ടോ. വലിയ വെളുത്തുള്ളി അല്ല എടുത്തിരിക്കുന്നത്, ചെറിയ നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്രഷ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനൊരു 15 ചെറിയുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ ചതയ്ക്കണ ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വരും. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ ആയാൽ മതി കേട്ടോ. അരഞ്ഞു പോയരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു സൂപ്പിന് അത്ര നന്നായിട്ട് വരില്ല ടേസ്റ്റ് കാര്യങ്ങളൊന്നും. അപ്പോൾ ചതച്ചിടുമ്പോഴാണ് ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരിക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മൺചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടി എന്നൊക്കെ പറയില്ലേ, ഈ കല്ലിൻ്റെയൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ ആയിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരും ഇതുപോലെയുള്ള നാടൻ സൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണേനെ എടുക്കാം കേട്ടോ. റിഫൈൻഡ് ഓയിലിനേക്കാളും വെളിച്ചെണ്ണയായിരിക്കും നന്നായിട്ട് വരിക. ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പക്ഷേ ഇതങ്ങനെ മൊരിഞ്ഞ് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരിക, അത്രയും മാത്രം മതിയാവും കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നി ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ വഴന്ന് വരുമ്പോൾ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. ഞാൻ ഇന്നിപ്പോൾ തയ്യാറാക്കുന്നത് ചിക്കൻ സൂപ്പാണ്. ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് മട്ടൻ സൂപ്പാണെങ്കിലും തയ്യാറാക്കാം കേട്ടോ. നാടൻ സൂപ്പുകൾ എന്ന് പറയുമ്പോഴും നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇതും സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്തൊക്കെ സൂപ്പുകളൊക്കെ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നവരൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള നാടൻ സൂപ്പുകളൊക്കെ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് 400 ഗ്രാം അളവിൽ കേട്ടോ. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ സൂപ്പിന് എപ്പോഴും എല്ലോട് കൂടിയ കഷ്ണങ്ങൾ കൂടുതൽ എടുക്കുക കേട്ടോ. ഫ്ലഷും എടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലുള്ള ഭാഗങ്ങൾ കൂടുതലെടുക്കുക, എന്നാലായിരിക്കും ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരുള്ളൂ. അത് കുറച്ച് അധികം സമയം തിളച്ച് കുറുകിയൊക്കെ വരുമ്പോഴാണ് ആ ഫ്ലേവേഴ്സൊക്കെ സൂപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങുക. നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ ആ ഒരു എല്ല് അല്ലെങ്കിൽ ബോണിൻ്റെ ഭാഗമല്ലേ കൂടുതലെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം കേട്ടോ. പച്ചമുളക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു സൂപ്പിന്. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റോളം സമയം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു കുരുമുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് തന്നെ വരട്ടെ. അതിനുശേഷം മാത്രം പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നാടൻ സൂപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൈസസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. കോൺഫ്ലോറോ അതുപോലെയുള്ള കാര്യങ്ങൾ തിക്കാക്കാനോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജലദോഷം, തൊണ്ടവേദന, ചുമ അങ്ങനത്തെ അസുഖങ്ങളൊക്കെയുള്ള സമയത്ത് ഇപ്പോൾ തൊണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസമായിരിക്കും ഈ ഒരു സൂപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് തന്നെ വരും.
പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് മല്ലിയുടെ തണ്ടാണ്, അല്ലെങ്കിൽ മല്ലിയുടെ ഒരു കടഭാഗം ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ തണ്ടിൻ്റെ ഒരു ഭാഗമാണ് ചേർക്കുന്നത്. അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അപ്പോൾ മല്ലിയില നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട്, ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനം നമുക്ക് മല്ലിയില കുറച്ച് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ആ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് വരിക. നിങ്ങൾ ഒരിക്കലും ബോൺലെസ് ചിക്കനൊന്നും സൂപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്, ടേസ്റ്റ് അത്ര നന്നായിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 കപ്പ് അളവിൽ വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 8 കപ്പ് ഒരു 4-5 കപ്പൊക്കെ ആയിട്ട് തിളച്ച് വറ്റി വരണം. ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ അതായത് വിറകടുപ്പിലൊക്കെ ആയിരുന്നു സൂപ്പൊക്കെ, അതായത് കുറഞ്ഞ തീയിലൊക്കെ അങ്ങനെയായിരുന്നു കുക്ക് ചെയ്ത് ഇരുന്നത് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമൊക്കെ ചൂടാക്കി കഴിക്കുക, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിക്കൻ ഇപ്പോൾ വേവാൻ കുറച്ച് സമയമൊക്കെ മതി, ഒരു 15 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞ് ചിക്കൻ വെന്ത് വരും. പക്ഷേ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം വെച്ച് നന്നായിട്ട് തന്നെ ചെയ്താലാണ് നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടെ നിന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടിയൊന്നും കൂടി പോയരുത്, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കട്ടി കായാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ കഷ്ണം അങ്ങനെയൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സൂപ്പ് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നേരത്തെ മീലായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് എന്താ പറയുക തിളപ്പിച്ചൊന്ന് വറ്റിച്ച് തന്നെ എടുക്കാം കേട്ടോ. കുറഞ്ഞ തീയിൽ വെച്ച് അടച്ച് വെച്ചിട്ട് ഞാനിതൊന്ന് എന്താ പറയുക ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി റെഡിയായിട്ട് വരട്ടെ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ഉണ്ട്, പക്ഷെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണ ഒരു രീതിയിൽ ഉപ്പ് കുറച്ച് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉപ്പാണെന്നുണ്ടെങ്കിലും കുരുമുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്തും വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അവസാനം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവസാനം കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. നല്ല ഫൈനായിട്ടുള്ള പൊടി ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് തന്നെ എടുക്കുക, അതായിരിക്കും നന്നായിട്ട് വരിക. അതായത് വെള്ളമൊന്നും ഒഴിക്കാതെ നാളികേരം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമല്ലോ, ആ ഒരു 1/4 പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഒഴിച്ചു കൊടുത്ത അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ ഇരുന്നൊന്ന് എന്താ പറയുക ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ സൂപ്പൊക്കെ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല തനി നാടൻ രുചിയിലുള്ള ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല രുചികരമായിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പി തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.